എത്ര പേരുണ്ടായിരുന്നു അറിയാമോ ഏകദേശം അവിടെ? ഏകദേശം അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. രാവിലെ എത്ര മണിക്കൂടെ ജോലി തുടങ്ങും? രാവിലെ 8:30. എത്ര മണി ഉണ്ടാവും? അത് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ അധികം റെസ്റ്റ് ഒന്നും ഇല്ല. കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അങ്ങനെ നമ്മൾ കൂലിപ്പണി പോലെയുള്ള റെസ്റ്റ് ഇല്ല. കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പണി തുടങ്ങും. പിന്നെ ഞങ്ങളൊക്കെ 5 മണിക്ക് പോരും. ആണുങ്ങൾ പിന്നെ ഇരിക്കേണ്ടി തോന്നുന്നുണ്ട് കുറച്ച് നേരമൊക്കെ. ഞങ്ങൾ 5 മണിക്ക് പോരും, പെണ്ണുങ്ങൾ. പിന്നെ എവിടെ ഒന്നാണ് തിരിഞ്ഞു നോക്കിയത്? കുറേ വഴി അങ്ങനെ ആയിട്ടാണ് തിരിഞ്ഞു നോക്കിയത്. തിരിഞ്ഞു നോക്കാൻ ധൈര്യമില്ല. എന്താ പിന്നെ ഈ പുല്ലുകളൊക്കെ കത്തി വരുന്നുണ്ടായിരുന്നു. അപ്പൊ കൊറേ അങ്ങോട്ട് ഓടിയിട്ടാണ് നിന്നത്. നമ്മുടെ മുന്നിലൊക്കെ വന്ന് വീഴുന്നുണ്ടായിരുന്നു. അല്ലേ, ഞങ്ങള് പോയ സ്ഥലത്തേക്കൊന്നും വീണിട്ടില്ല. പിന്നെ അവിടെ ഇങ്ങനെയാണ് ഓടിയതേ. കുറച്ചാൾക്കാര് പിന്നെ അവിടെ താഴ്ന്ന പാടുണ്ട്. ആ പാടത്തേക്ക് അവരങ്ങനെ ഓടി കുറെ ആൾക്കാര്. കുളമൊക്കെ ഇല്ലേ അടുത്തൊക്കെ? കുളം കുറച്ചങ്ങോട്ട് പോയിട്ട്, കുളം വേറെ ഭാഗത്താ. എല്ലാരും ചേച്ചിക്ക് അമ്മയ്ക്ക് അറിയാവുന്ന ഒരുപാട് പേര് രക്ഷപ്പെട്ടു. അങ്ങനെ ചോദിച്ചാ ആരൊക്കെ പോയി? അറിയാവുന്നവരൊക്കെ കുഴപ്പമില്ല. കുറെ ആൾക്കാർ ആസ്പത്രിയിലുണ്ട്. രക്ഷപ്പെട്ടത് ആരാണെന്നൊക്കെ അറിയാൻ പോയവരെ നമുക്ക് അറിഞ്ഞാലല്ലേ ആരാന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. പോയത് ആരാന്ന് അറിയില്ല. ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെ നമുക്ക് പത്രം അധികം ഇല്ല. പക്ഷെ കൂടെ പണിതരുന്നവര് പോയും ചെയ്തു. കുറെ ആൾക്കാർക്ക് നല്ല സീരിയസ് ആണെന്നാ പറയണതേ. സതീഷിന് പറ്റിയിട്ടുണ്ടെന്ന് പറയണത്. ഒന്ന് സതീഷ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. രണ്ടാളുണ്ട് അവിടെ. രണ്ടാളും കൊണ്ടിട്ട് പണിയുണ്ട്. പിന്നെ ഒരു വിൻസ് എന്ന് പറഞ്ഞ ഒരാളെന്നെ കണ്ടില്ലേ? ആളാണെന്ന് തിരി മുക്കിയിട്ട് തന്നിടുന്നത്. ആള് കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങോട്ട് എനിക്ക് പോയി. അപ്പൊ നിങ്ങളുടെ ഈ തിരി നിങ്ങളിങ്ങനെ ഉഴിഞ്ഞിങ്ങനെ വെക്കും മുക്കിയിട്ട് വരണതേ. അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് നിന്ന് ചായ കുടിക്കേണ്ട നേരമായി കയ്യും കാലൊക്കെ കഴുകാണിച്ചു. അപ്പൊ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുറേ നേരം നമ്മൾ ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇപ്പോൾ ഒരു അപകടം ഉണ്ടെന്ന് വെച്ചാലും പെട്ടെന്നൊന്നും എണീക്കാൻ പറ്റില്ല. അപ്പൊ അത് എഴുന്നേറ്റ് നിന്ന കാരണം കൊണ്ട് ഓടാൻ പറ്റി. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടാൻ പറ്റില്ലോ. എനിക്ക് ഓടണ പോലെയല്ലല്ലോ. ഓടാൻ പറ്റിയില്ലേ? അതങ്ങനെ വിചാരിക്കണത്. അല്ലെങ്കിൽ ഇപ്പോൾ കുറേ നേരം ഇരുന്നിട്ട് ഒന്ന് എനിക്കുമ്പോൾ കൈയൊക്കെ കുത്തിയിട്ടാണ് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇപ്പോൾ ചെറുപ്പക്കാരൊന്നുമല്ലല്ലോ, എനിക്കതൊന്നും പറ്റില്ല. അപ്പൊ എനിക്ക് നിന്നത് കൊണ്ട് പെട്ടെന്ന് ഓടാൻ പറ്റിയെന്നാണ് ഇപ്പൊ വിചാരിക്കണത്. അല്ലെങ്കിൽ ഇപ്പൊ മെല്ലെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും പറ്റിയിരുന്നു. സൗണ്ടൊക്കെ വലിയ സൗണ്ടായിരുന്നില്ലേ? വലിയ സൗണ്ടായിരുന്നു. സൗണ്ടിന് എന്ത് കാര്യമൊന്നും പറയണ്ടായിരുന്നു. എന്താ പറയാൻ നേരത്ത്. പിന്നെ ഇപ്പൊ ഈ കൂടെയുള്ളവര് ആരായാലും ജീവൻ പോകുന്നതും അപകടം പറ്റിയാലും ഒരേപോലെയാണ്. പക്ഷെ നമുക്ക് ആരൊക്കെ പോയി എന്നുള്ളതും കുറച്ച് ആൾക്കാരെയൊക്കെ ആസ്പത്രിയിൽ കണ്ടു. സീരിയസ് ഉള്ളവരെ കണ്ടിട്ടില്ല. സീരിയസ് ഉള്ളവർ ഉണ്ടെന്നാ പറയണത്. 90%, 75% എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഉറപ്പില്ലല്ലോ. അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് 4-5 ഉണ്ട് തോന്നുന്നുണ്ട്. എത്ര ഉണ്ടാവോ? ഇപ്പൊ ഇഞ്ചക്ഷനൊക്കെ ചെയ്തപ്പോ അത്ര കടുത്ത വേദനയൊന്നും ഇല്ല, കുഴപ്പമില്ല. അപ്പൊ അവരുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോഴുള്ള വിഷമം. ഇനിയിപ്പോ അത് മുന്നേറാൻ നമുക്ക് കുറച്ച് സമയം എടുക്കേ. നമ്മുടെ തൊട്ടടുത്ത് ഇതേപോലെ ഇരുന്നിട്ട് പണിയുന്ന ആൾക്കാർക്ക് ഓരോരോ പറ്റിയുണ്ടാവുക. അപ്പൊ നമുക്ക് അതാലോചിക്കുമ്പോൾ അധികം വിഷമം. ഒരു പേടി എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. കാരണം കുറെ അപകടങ്ങൾ നമ്മൾ TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവര് പണിയെടുത്താൽ പിന്നെ ഇവർക്കൊരു അപകടം ഉണ്ടായിട്ടില്ല. പണ്ടൊക്കെ ഇങ്ങനെ എന്തോ ഒരു ജാതി വേറെ മരുന്ന് അത്ര ഉപയോഗിക്കുക. അത് അപകടം ഉള്ളതാത്രേ. ഇത് അപകടം ഇല്ലാത്ത മരുന്ന്, അതാർക്കും പേടിക്കണ്ടെന്നാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. ഇത് പിന്നെ എന്താണ്ടായോ? കുറെ കാലത്തേക്ക് ഇനി മുക്തി നേടാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിൽ പോലെ ഒരു അപകടം നടന്ന പോലെ നമുക്ക് തോന്നണതേ. തൊട്ടടുത്ത് കൂട്ടുകാരിരുന്നിട്ട് ഇങ്ങനെ പണിയുമ്പോൾ ആരെ പോയി എന്താണ്ടായിന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും അവിടെ ചെന്നിട്ടുള്ള അറിയാവുന്നവർക്ക്. പിന്നെ കുറച്ച് ആൾക്കാരെ നമുക്ക് തൊട്ടടുത്തുള്ള ആൾക്കാരുള്ളോ. ഇതിപ്പോ ഒന്ന് ഇപ്പുറത്താ ഈ അനിത ബാബു എന്ന് പറയുന്നത് ഈ തൊട്ടപ്പുറത്തെ വീട്ടുകാരാ.
പിന്നെയൊക്കെ മണലിക്കാവ് എന്ന് പറഞ്ഞൊരു അമ്പലം ഉണ്ട്, ഇത്തിരി വഴി പോകണം. അതൊക്കെ അവിടെ ചെന്നിട്ട് പരിചയപ്പെട്ടു. എന്നാലും നമ്മളൊരു കൂട്ടത്തിൽ പണിയുമ്പോൾ നമ്മളൊരു കൂട്ടർ പോലെയല്ലേ, അങ്ങനെയുള്ളൊരു വിഷമം. അനിയത്തിൻ്റെ രക്ഷപ്പെട്ടു. അനിയത്തിക്ക് പൊള്ളലൊന്നുമില്ല. അത് പിന്നെ ഓടണ നേരത്ത് പലയിടത്തും വീണോ എന്താന്ന് പറയാൻ പറ്റില്ലേ. അപ്പോൾ കുഴപ്പമില്ല എന്നിട്ട് പോന്നു. ഇപ്പോൾ കയ്യും കാലും നെഞ്ചൊക്കെ വേദനിക്കണം എന്നിട്ട് പോയത്. ഒരു ദുരന്തമാണെങ്കിൽ പോലും അമ്മയെ സംബന്ധിച്ചൊരു ഭാഗ്യം ഉണ്ടായെന്ന് പറയാം. ഭാഗ്യം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭാഗ്യമായി, മറ്റുള്ളവരുടെ കാര്യേ. ശരീരങ്ങളൊക്കെ ചെതറി കിടക്കണ്ടെന്നാ പറയണത്. അവിടെ നിന്നാ പോയി രക്ഷപ്പെട്ടു പോകുന്നത് പറയണ്ട്, കണ്ടിട്ട്. എന്തായാലും സുഭദ്രാമ്മ എന്തായാലും അവിടെ നിന്ന് ഭാഗ്യം കൊണ്ട് തന്നെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പറഞ്ഞതുപോലെ ചായ കുടിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്ന സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. അതുകൊണ്ടാണ് വേഗത്തിൽ ഓടാൻ കഴിഞ്ഞത്. ഇരുന്ന സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഓടാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് സുഭദ്രാമ്മ പറയുന്നത്. എന്തായാലും ഒന്നില്ലെങ്കിൽ നമ്മൾ ഇരുന്ന് പണിയാണെങ്കിൽ പെട്ടെന്നൊന്നും എനിക്കാൻ പറ്റില്ല. കുറേ നേരം ഇരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, പ്രായമായവരല്ലേ. അപ്പോൾ കയ്യൊക്കെ കുത്തി ആയത്തലേ എനിക്കുള്ളൂ. ഇതിപ്പോൾ ആ പണി കഴിഞ്ഞത് കൊണ്ടാണ് എനിക്കത്. ഈ തിരി മുക്കിയിട്ടത് കഴിഞ്ഞ് തിരി മുക്കണ ആൾ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഇത് തിരി മുക്കും, ഇത് ഒഴിഞ്ഞിടലൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫ്രീ ആയില്ല. അപ്പോൾ എനിക്ക് നിന്നു. ആ നിന്നത് കൊണ്ടാണ് അങ്ങനെ വിചാരിക്കുക. എനിക്കാണെങ്കിൽ കുറച്ച് സമയം വേണം, ആ സമയമൊക്കെ അവിടെ പോവല്ലേ. അപ്പോൾ എനിക്ക് നിന്നത് കൊണ്ടാണ് രക്ഷപ്പെടാൻ പറ്റിയെന്നാണ് ഇപ്പോൾ വിചാരിക്കണത്. എഴുന്നേക്കെടുക്കുന്ന നിമിഷം കൊണ്ടെല്ലാം തീരുമായിരുന്നു അല്ലേ? കുറച്ചു നേരം അത്രയും സമയം മതിയല്ലോ എഴുന്നേൽക്കാൻ. പൊട്ടിത്തെറിച്ചല്ലേ? എന്തായാലും ആ ഏതാനും നിമിഷങ്ങൾക്ക് ജീവന് നിമിഷങ്ങളുടെ വിലയുണ്ട് എന്നുള്ളതാണ്. കാരണം ഇരുന്നു പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ സുഭദ്രാമ്മയോടൊപ്പം എനിക്കും ഇരിക്കാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് സംസാരിക്കാൻ കഴിയുമായിരുന്നു തോന്നുന്നില്ല. കാരണം അത് അത്രയ്ക്കും വേഗത്തിലായിരുന്നു അവിടെ ആ സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ്. സുഭദ്രാമ്മ മാത്രമല്ല, സുഭദ്രാമ്മയുടെ സഹോദരിയും അവിടെ ജോലി ചെയ്തിരുന്നു. ആ സഹോദരിയും ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്.